ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു കൺട്രോളർ വർക്ക് ചെയ്യാത്ത വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ആ കൺട്രോളർ വർക്ക് ചെയ്യാത്തിരിക്കുന്ന സൈറ്റിലെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ കണ്ടെത്തിയ ഫൈൻഡിങ്സും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സൈറ്റിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൺട്രോളർ ജസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഒരു 2-3 ദിവസമായി വർക്ക് ചെയ്യാതായിട്ടെന്നാണ്. 2-3 ദിവസം മുമ്പ് ഇങ്ങനെ സഡനായിട്ട് അത് വർക്ക് ചെയ്യാതെ വന്നാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി കൺട്രോളറിൻ്റെ ഭാഗം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കൺട്രോളറാണ് നമുക്ക് വർക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പം നമ്മൾ കൺട്രോളറിലേക്ക് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ആ കൺട്രോളറിനുള്ള സപ്ലൈ DC സപ്ലൈ 12 വോൾട്ടാണ്. അത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ കൺട്രോളറിലേക്ക് നമ്മൾ കൊടുത്തു നോക്കി. അങ്ങനെ കൊടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ കൺട്രോളർ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷേ കൺട്രോളർ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺട്രോളർ ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്ററിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതിന് ബാക്കി അതിൻ്റെ മൊഡ്യൂളുണ്ട്, റിലേ മൊഡ്യൂള്, അതുപോലെ തന്നെ അതിൻ്റെ റിലേ കാർഡ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഈ ജനറേറ്റർ ഈ കൺട്രോളറിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജനറേറ്റർ സ്റ്റാർട്ടാവുകയും സ്റ്റോപ്പ് ആവുകയും പവർ സപ്ലൈ ഔട്ട്പുട്ട് വരികയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യണം. ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ ആ പോയിന്റ് ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിലേക്ക് ഏത് സപ്ലൈ ആണ് കട്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പരിശോധന നടത്തിയത്. അതായത് നമുക്ക് ഈ കൺട്രോളർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കൺട്രോൾ വയറിങ്ങിനകത്തൂടെ തന്നെ വരുന്ന നെഗറ്റീവും പോസിറ്റീവും സപ്ലൈ ആവശ്യമാണ്. അപ്പം അത് ആണ് കട്ടായിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് താനും. അപ്പോൾ നമ്മൾ ആ പോയിന്റ് കൺട്രോളറിൻ്റെ സപ്ലൈ പോയിന്റ് നമ്മളതിൽ ഓരോ പോയിന്റും നെഗറ്റീവ് പോയിന്റും പോസിറ്റീവ് പോയിന്റും വേർതിരിച്ച് തന്നെ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്തു. ഏത് പോസിറ്റീവാണോ കട്ടായത് നെഗറ്റീവാണോ കട്ടായത് എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് സെപ്പറേറ്റ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കണ്ടിന്യൂറ്റി ആദ്യം ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് കടന്നു വരുന്നുണ്ട്. കൺട്രോളറിൻ്റെ സപ്ലൈ വരെ സപ്ലൈ കൊടുക്കുന്ന ആ പ്ലഗ് ഇൻ ചെയ്യുന്ന പോയിന്റ് വരെ പോസിറ്റീവ് വരുന്നുണ്ട്. പക്ഷേ പോസിറ്റീവ് വരുന്നുണ്ടെങ്കിലും അത് വോൾട്ടേജ് ഡ്രോപ്പായിട്ടാണ് കാണിക്കുന്നത്. 12 വോൾട്ട് മാക്സിമം വരുന്നില്ല. ഏകദേശം ഒരു 7.56 ആ റേഞ്ചിലുള്ള വോൾട്ടാണ് അതിലേക്ക് വരുന്നത്. കാരണം ആ വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് തന്നെ എവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ നെഗറ്റീവ് പോയിന്റ്, ആ നെഗറ്റീവ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് പോയിന്റിൽ നെഗറ്റീവ് വരുന്നേയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനകത്തേക്ക് ഒരു നെഗറ്റീവ് സപ്ലൈ കൊടുത്തു. ആ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൺട്രോൾ ഒരു ഭാഗികമായിട്ട് ഓണായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ആയിട്ട് ഓണായില്ല. അതിൻ്റെ ഇൻഡിക്കേഷനെല്ലാം ചെറിയ ചെറിയ LED അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്. അത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഒരു നമുക്ക് വീട്ടിലൊക്കെ കറണ്ട് വോൾട്ടേജ് എവിടെയെങ്കിലും മരമൊക്കെ വീണത്തേക്കും വോൾട്ടേജ് കുറയുമ്പം കാണുന്ന പോലെ കത്തുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ മിന്നി നിൽക്കുന്നു. അതിൻ്റെ ഫുൾ വോൾട്ടേജ് വരുന്നില്ല. നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് 7.56 ആ റേറ്റിലുള്ള ഒരു വോൾട്ടേജാണ്. അപ്പം നമുക്ക് നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ആ നെഗറ്റീവ് എവിടെയാണ് കട്ടായേക്കുന്നതെന്നാണ് നമ്മൾ പിന്നെ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാനൽ ബോർഡിൽ 500 വയറുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓരോ വയറിലും നമ്മൾ ഫെറൂൾ ഇട്ടിട്ടുണ്ട്. ഈ നമ്മൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോയിന്റ് A1 എന്ന ഒരു ഫെറൂളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ വയർ നമ്മൾ ട്രേസ് ചെയ്ത് ഓരോ പോയിന്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ റിലേ കാർഡ്, മറ്റ് പിന്നെ ഇൻ്റർഫേസ് കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ച് അത് പരിശോധിച്ചു. ഇനി അതിൻ്റെ PCB ആണത്. ആ PCBയുടെ മറുവശങ്ങാനും
എന്തെങ്കിലും ഷോർട്ടായിട്ട് അതിൽ റെസിസ്റ്റർ, ഡയോഡ്, മറ്റ് സാധനങ്ങളെല്ലാം വരുന്നതാണ്. അപ്പം എന്തെങ്കിലും ഈ പാറ്റയൊക്കെ കയറി ഇരുന്നിട്ടൊക്കെ ചിലപ്പോൾ ഷോർട്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി അതൊക്കെ അഴിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് നോക്കി. അപ്പോൾ അതിനൊന്നും യാതൊരു തകരാറും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അത് തിരികെ അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. വീണ്ടും അവിടുന്ന് നമ്മൾ ആ വയർ ട്രേസ് ചെയ്ത് ആ A1 കൺട്രോളറിൻ്റെ പുറകിലേക്ക് വന്ന് കയറുന്ന ആ നെഗറ്റീവ് ടെർമിനൽ, A1 എന്ന് പറയുന്ന ടെർമിനൽ എവിടം തൊട്ടാണോ അത് കട്ടായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഓരോ പോയിന്റും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവസാനം നമ്മൾ എത്തിച്ചേർന്നത് നമ്മളുടെ കൺട്രോളിലേക്കൊക്കെ കറണ്ട് പോകുന്ന, അതായത് ബാറ്ററിയിൽ നിന്ന് തുടങ്ങി. ബാറ്ററിയിൽ നിന്ന് നമ്മൾ നേരെ ആ വയറിങ്ങിനുള്ളിലേക്ക് സപ്ലൈ പോകുന്ന ടെർമിനലുകൾ, അതായത് ബാറ്ററിയിൽ നിന്ന് ശരിക്കും 2 ടെർമിനലാണുള്ളത്, നെഗറ്റീവും പോസിറ്റീവും. ആ നെഗറ്റീവും പോസിറ്റീവും എന്നാണ് ഒരു ചെറിയൊരു മൊഡ്യൂൾ വരുന്നുണ്ട്. അതൊരു ചെറിയ ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. ആ ഡിവൈസ് ഡാമേജ് ആയതുകൊണ്ട് അതിൽ നിന്നും ആണ് ഈ A1 കയറി വരുന്നത്, A1 എന്ന നെഗറ്റീവ് പോയിന്റ് കയറി വരുന്നത്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവേന്നും നെഗറ്റീവേന്നും ഓരോ പോയിന്റ് ഈ മൊഡ്യൂളിലേക്ക് വരികയും ആ മൊഡ്യൂളിനകത്തു നിന്നും നമുക്ക് ഔട്ട്പുട്ടായിട്ടൊരു 2-3 പോസിറ്റീവും 3 നെഗറ്റീവും ആയിട്ടുള്ള വയറാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മൊഡ്യൂള് ഡാമേജ് ആയതുകൊണ്ട് ഔട്ട്പുട്ടിലേക്കുള്ള പോസിറ്റീവ് വോൾട്ടേജ് ഡ്രോപ്പും നെഗറ്റീവ് കട്ടായ അവസ്ഥയിലുമായിരുന്നു നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതായിരുന്നു അതിൻ്റെ ഫൈൻഡിങ്സ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കണ്ടെത്തി, അത് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് സംഗതി പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ജനറേറ്റർ പെർഫെക്റ്റായിട്ട് നമ്മളെങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ജനറേറ്റർ വർക്ക് ചെയ്തു. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.